പല അമ്മമാരും സാധാരണ ക്ലിനിക്കുകളിൽ എത്തിയിട്ട് ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് ഏത് ബേബി ഫുഡാണ് ഡോക്ടറെ നല്ലത് എന്നുള്ളത്. നമ്മുടെ അമ്മമാർക്ക് ചെറിയ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്ക് തന്നെ കുട്ടിക്ക് പാലൊക്കെ കുടിച്ച് തുടങ്ങുമ്പോൾ തന്നെ കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നു. കുട്ടിക്ക് എന്ത് ബേബി ഫുഡാണ് കൊടുക്കാൻ നല്ലത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. പല ബേബി ഫുഡ് ഭീമന്മാരും ഇന്ന് അവർ കുട്ടികൾക്ക് മുമ്പ് കൊടുത്തിരുന്ന പല പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഇപ്പം നെസ്ലെ അടക്കമുള്ള പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ നിന്ന് പലപ്പോഴും വിത്ഡ്രോ ചെയ്യേണ്ട അവസ്ഥ വരെ ഇന്ന് നമ്മൾ പല ന്യൂസിലും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളുടെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഐഡിയലായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുലപ്പാൽ തന്നെയാണ്. 6 മാസം കുട്ടിക്ക് ഒരു 6 മാസം ആകുമ്പോഴേക്ക് മുലപ്പാലല്ലാതെ ഒരു ഭക്ഷണവും നമ്മൾ കൊടുക്കരുത്. ഇനി മുലപ്പാൽ കുറവുള്ളത് മറ്റൊരു വിഷയം, അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 6 മാസത്തിനുള്ളിൽ കുട്ടി കരയുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് വിശപ്പുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പല മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ ആളുകളൊക്കെ പലപ്പോഴും പറയും കുട്ടി വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കുട്ടിക്ക് കലക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പല പൊടികളും ഇന്ന് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആവുന്ന പല പൊടികളും നമ്മുടെ രക്ഷിതാക്കൾ ഇന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പല പേരിലാണെങ്കിലും പല പ്രൊഡക്റ്റുകളുടെ പേരിലാണെങ്കിലും അത് വളരെയധികം ദോഷം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയില്ല. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഇന്ന് വളരെയധികം വിറ്റഴിക്കുന്ന ഒട്ടനവധി പ്രൊഡക്റ്റുകൾ നെസ്ലെ പോലെയുള്ള കമ്പനികൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതുപോലെയുള്ള കമ്പനികളിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന ലാക്ടോജൻ, നാൻ പ്രോ, അതുപോലെ സെർലാക്ക് എന്ന് പറഞ്ഞ പല പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരം പ്രൊഡക്റ്റുകളിലൊക്കെ ധാരാളം ഷുഗർ കണ്ടൻ്റ് ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് UK, USA, ജപ്പാൻ പോലുള്ള പല കൺട്രികളിലും അവർ വിൽക്കുന്ന പ്രൊഡക്റ്റുകളിൽ ഷുഗറിൻ്റെ അളവ് ഇല്ലാതെയാണ് വിൽക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ധാരാളം ഷുഗർ അടങ്ങി നമ്മുടെ കുട്ടികൾ കൂടുതൽ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തരം പ്രൊഡക്റ്റുകളിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾ തിരിച്ചറിയുക, അവർ തന്നെ അവരുടെ പ്രൊഡക്റ്റുകളുടെ മുകളിൽ ലാബിൽ ചെയ്തിട്ടുണ്ട് മിൽക്കാണ് ബെറ്റർ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത്, ബ്രസ്റ്റ് മിൽക്കിനെക്കാട്ടിലും നല്ലതൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ. ഇപ്പോൾ നമ്മൾ സാധാരണ ടൊബാക്കോസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ളത് സ്മോക്കിങ് ചെയ്യുന്ന ആളുകൾക്ക് ടൊബാക്കോ കവറിന് എഴുതുന്ന പോലെ തന്നെ ബ്രസ്റ്റ് മിൽക്കാണ് ഉത്തമം എന്നുള്ളത് അവരുടെ പ്രൊഡക്റ്റുകൾ തന്നെ അവർ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഈ പ്രൊഡക്റ്റുകളിൽ വേണ്ടിയിട്ട് ഓടുന്നു, അവരത് കൊടുക്കുന്നു, പല നല്ല വിലയിൽ കൊടുത്തു വാങ്ങിച്ചു കൊടുക്കുന്നു, റിപ്പീറ്റഡ് ആയിട്ട് അത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാവിയിൽ ചിലപ്പോൾ കുറഞ്ഞ ആ സമയത്തൊന്നും അവർക്ക് വേറെ അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ കുറച്ച് വലുതാവുമ്പോൾ മെറ്റബോളിക് സിൻഡ്രോം പോലെ, ഫാറ്റി ലിവർ പോലെ, PCOD പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ ഇത്തരം ബോട്ടിൽ ഫീഡായിട്ട് കൊടുത്തിരുന്ന കുട്ടികൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ, ഇനി 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള കുറുക്കുകൾ, അതുപോലെ കുന്നവാഴക്കയുടെ പൗഡറുകൾ, അതുപോലെയുള്ള നമുക്ക് നാച്ചുറലി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ധാന്യങ്ങൾ, നവധാന്യങ്ങളെല്ലാം പൊടിച്ചുകൊണ്ട് ഉള്ള കൂട്ടുകൾ, ഇതെല്ലാം നമുക്ക് നൽകാം. നമ്മുടെ എഗ്ഗ്, മുട്ടയൊക്കെ ഒരു വയസ്സിന് ശേഷം നമുക്ക് നൽകാം. അപ്പോൾ അത്തരം പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണമൊക്കെ അവർക്ക് ഓരോ സമയത്തിനും നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാച്ചുറൽ ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഈ പരസ്യത്തിന് പിന്നാലെ പോകുന്നു. ഇപ്പം പല ഇത്തരം കമ്പനികളും നമ്മുടെ പല ചാനലുകളും അവരുടെ മെയിൻ സ്പോൺസേഴ്സാണ്. അതുപോലെ തന്നെ പല പീഡിയാട്രിക് ഡോക്ടേഴ്സ് പോലും ഇതിനെതിരെ പറയുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. പലപ്പോഴും ഇത്തരം പല മീഡിയകളിലും ഇത് സ്പോൺസേഴ്സായിട്ട് വരുന്നത് കാരണം പലപ്പോഴും മീഡിയകൾ ഇതിനെതിരെ ഒന്നും പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുക, ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് ഹെൽത്തി ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക. പല രക്ഷിതാക്കളും അത് ശ്രദ്ധിക്കാറില്ല. അത് പരസ്യത്തിന് പുറകിൽ പോയിട്ട് നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഇത്തരം പ്രൊഡക്റ്റുകൾ സാധാരണ ചെയ്യുന്നൊരു കാര്യം, പലപ്പോഴും ഷുഗർ എന്ന് ഡയറക്റ്റ് എഴുതാതെ ഹിഡനായിട്ട് പല കാര്യങ്ങളും അവർ അതിലെഴുതും. ഇപ്പോൾ സുക്രോസ്, ഫ്രക്ടോസ് അതുപോലെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ആളുകൾ പലപ്പോഴും അത് ഷുഗർ ആണെന്ന് തിരിച്ചറിയാറില്ല. മാൾട്ടോഡ്രക്സ്, അതുപോലെ തന്നെ ചില ഷുഗർ കോൺ സിറപ്പുകൾ, അതുപോലെ നമ്മുടെ ചില ഫ്രൂട്ട്സ് ജ്യൂസുകളൊക്കെ, ബാർലി ജ്യൂസുകൾ, അങ്ങനെയൊക്കെ അതിൽ ആഡ് ചെയ്ത് അവർ കാണാറുണ്ട് പല പ്രൊഡക്റ്റുകളിലും. അപ്പോൾ ഇതൊക്കെ ഹിഡൻ ആയിട്ട് അതിൽ വരുന്ന ഷുഗർ കണ്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അത്തരം ഹിഡൻ ഷുഗർ കണ്ടൻ്റ് ഉള്ള പ്രൊഡക്റ്റുകൾ പലപ്പോഴും കുട്ടികൾക്ക് അമിതമായിട്ടുള്ള വണ്ണത്തിലേക്കും അതുപോലെ പല അസുഖങ്ങളിലേക്കും ഭാവിയിൽ വഴിവെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് അത്തരം കാര്യങ്ങൾ കൊടുക്കുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് തീരെ മുലപ്പാലില്ലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് ഓരോ കുട്ടികൾക്ക് ഓരോ പ്രായത്തിനനുസരിച്ച് അവർ നിഷ്കർഷിച്ചിട്ടുള്ള രീതിയിൽ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കാം. പിന്നീട് 1 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ഫുഡ് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ട് 1 വയസ്സിന് ശേഷവും അതിൻ്റെ ഗ്രേഡ് 3 പ്രൊഡക്റ്റുകളൊക്കെ അവർ പലപ്പോഴും ഇന്ന് മാർക്കറ്റിലുണ്ട്. 6 മാസം വരെ ഇപ്പോൾ ലാക്ടോജനൊക്കെ ആണെങ്കിൽ ലാക്ടോജൻ 1 6 മാസം വരെ, രണ്ടാമത്തെ ഗ്രേഡ് ലാക്ടോജൻ 2 എന്ന് പറയുന്നത് 6 മാസം തൊട്ട് 1 വയസ്സ് വരെ,
പിന്നീട് അതിന് ശേഷം 1 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പ്രൊഡക്റ്റുകൾ, അങ്ങനെ പല പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഡോക്ടർ നിർദ്ദേശിച്ച ആ കുട്ടിക്ക് തീരെ മുലപ്പാലില്ല, വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പ്രയാസം വരുന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി നമ്മുടെ കുറുക്കുകൾ, രാഗിയൊക്കെ ഉള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ നമുക്ക് നമ്മുടെ ഒരു വയസ്സിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് അമൃതം പൊടിയൊക്കെ ഇന്ന് അവൈലബിൾ ആണ്, അതൊക്കെ നമുക്ക് കൊടുക്കാം. അത്തരം കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ബേബി ഫുഡിന് പുറകിൽ പോകുന്ന രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും അത് അത്ര ഹെൽത്തി അല്ല എന്നുള്ളത് തിരിച്ചറിയുക. അപ്പം സേഫായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അതിന് പാരലായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് 1 വയസ്സിന് മുമ്പ് കൊടുക്കുന്ന കാണാറുണ്ട്. അതും പലപ്പോഴും ബോട്ടിലിസം പോലെയുള്ള പോയ്സണിങ് വരാനും അതുപോലെ ഹെൽത്ത് ഹസാർഡ്സ് വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക. അമിതമായിട്ട് പഞ്ചസാരയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കലക്കി കൊടുക്കുന്നതും പഞ്ചസാര ഉള്ള ജ്യൂസുകൾ കുട്ടികളുടെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. പിന്നീട് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ പാല്, പശുവിൻ പാലും ആട്ടിൻ പാലൊക്കെ 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം. അത് നമ്മൾ അതിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇത്തരം അമിതമായിട്ട് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ കുട്ടികൾക്ക് നുള്ളി കൊടുക്കുന്ന പല രക്ഷിതാക്കളും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഭക്ഷണശീലത്തിൽ അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ഭക്ഷണം എന്നുള്ളത്. അപ്പം ഓരോ സമയത്തിന് കൃത്യമായിട്ട് നിഷ്കർഷിച്ചിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൊടുക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചുള്ള നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡയറ്റ് പ്ലാനും ഡയറ്റ് രീതികളും നമുക്ക് ഇതിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കുട്ടികളുടെ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. ഇത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ വരുന്ന അപകടങ്ങൾ, കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയും, റിപ്പീറ്റഡായിട്ട് കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് വരും, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥ വരും, ഒരു സ്വാഭാവിക രീതിയിൽ ആ കുട്ടി വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. എപ്പോഴും മരുന്നും അസുഖങ്ങളുമായിട്ട് മല്ലിടേണ്ട ഒരു സാഹചര്യം പല കുട്ടികളിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭക്ഷണത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ പരസ്യങ്ങൾക്ക് പുറകെ പോവാതെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങളനുസരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.